ഹായ് അസ്സലാമു അലൈക്കും. നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അതാക്കണം ഇങ്ങനെ പിലാമ്പലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ചക്കൻ്റെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചക്ക കൊയ്ത് കൊണ്ടുവന്ന് ഒക്കെ പെറുക്കിയിട്ട് ഇങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കിട്ടോ പച്ചളും തേങ്ങയൊക്കെ അരച്ചിങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കി നല്ല ചമ്മന്തിയും പൊടിച്ച് നല്ല കട്ടൻ ചായയും കാച്ചിങ്ങാനി ചൂടുള്ള കട്ടൻ ചായയും ചൂടുള്ള ചക്കപ്പുഴുക്കും. രാവിലെ തന്നെ പത്തിരിയും കറിയൊന്നും അല്ല കേട്ടോ, ചക്കപ്പുഴുക്കും കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ ഈ ചക്കപ്പുഴുക്കൾക്ക് ഒരു ഉപ്പിലിട്ട മാങ്ങ അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ ചുട്ടതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ചമ്മന്തി ഉണ്ടല്ലോ, കറിയൊന്നും പിന്നെ ഇവിടെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴങ്ങനെ മതി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചമ്മന്തിയും ചക്കപ്പുഴുക്കും. അങ്ങനെ ചക്ക പുഴുങ്ങി തിന്നിങ്ങനെ അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി ഇങ്ങനെ വരുമ്പോഴേക്ക് പിന്നെ വെയിലറച്ചിക്കും കേട്ടോ. പിന്നെ മഴയൊക്കെ ചോർന്ന് വെയിലൊക്കെ ആയി. നേരെ ഇതാക്കണം, ഞാൻ ചോറും കറിയൊക്കെ ഒന്ന് വെച്ചുണ്ടാക്കട്ടെ. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് അരിയൊക്കെ അടുപ്പത്തിട്ടിക്കണം. അരിയൊക്കെ നല്ലോണം ചേറി പെറുക്കി ഇങ്ങനെ റേഷൻ അരി അതിനെ കൊണ്ട് ഒന്ന് ചേറി ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചേറി പെറുക്കിയൊക്കെ അടുപ്പത്ത് കഴുകിയിട്ടിക്കണം. ഇനിയിപ്പോൾ മത്തനേസം കറി വെക്കണം. അപ്പോൾ ലേശം ഇറച്ചിയുണ്ട്, ഒന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെന്ന് പറഞ്ഞാൽ നല്ലോണം പൊരിക്കേണ്ടാവുന്ന ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ മത്തനൊക്കെ പിന്നെ തൊലിയൊക്കെ പോക്കി ഒക്കെ നല്ലോണം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞിട്ടെടുക്കട്ടെ. അപ്പോൾ അതാക്കണം, അതൊക്കെ അരിഞ്ഞിങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിങ്ങനെ വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ച് വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ചോറൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് വെന്ത് കിട്ടിയിട്ടോ. റേഷൻ അരിയും കൊണ്ട് പിന്നെ വേഗം വെന്തിക്കണം. അപ്പോൾ ഒന്ന് ഊറ്റിയെടുക്കട്ടെ. അപ്പോൾ അതാക്കണം, ഞാൻ ലേശം തേങ്ങ എടുത്ത് അതിലേക്ക് ലേശം പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിങ്ങാനും മത്തൻ കറിയിലേക്ക് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ലേശം എരിവുള്ള മുളക് കാണും കേട്ടോ, 4-8 മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയ്ക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, ഈ കറി തന്നെയാണ്, മത്തൻ കറി തന്നെ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിങ്ങാൻ പാകത്തിനാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒന്ന് തളിച്ചിട്ട് ഒന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് തിളപ്പിക്കാണ്ട് കേട്ടോ, അത്യാവശ്യമൊക്കെ ഒന്ന് തുള്ളി വരുമ്പോൾ ഓഫാക്കിയാൽ മതി തീ. അങ്ങനെ അതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കട്ടെ. അപ്പോൾ അതിലേക്ക് കടുക് കരിവേപ്പിൻ്റെ ഇല വറ്റൽമുളകൊക്കെ ഇട്ടുങ്ങാനി ഒന്ന് വറവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി കുരുമുളകിൻ്റെ പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ടുങ്ങാനി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിരുന്നു കേട്ടോ ഇറച്ചി. ഇനി ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുങ്ങാനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ലേശം കരിവേപ്പിൻ്റെ ഇല ഇട്ടുങ്ങാനി അതിലേക്ക് ഇറച്ചിയും കൂടി ഇട്ടുങ്ങാനി നല്ലോണം ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉള്ളി പിന്നെ തക്കാളിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് ലേശം മുളകും പൊടി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാനി നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ തന്നെ ആക്കി, ഈ മസാലപ്പൊടി മാത്രം ഇട്ടങ്ങനെ ആക്കി കൊടുത്താൽ. ഇപ്പോൾ പിന്നെ ഗരം മസാല ഒക്കെ ഇടാൻ മറന്നതുമാണ് കേട്ടോ, ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു. എങ്ങനെ ആക്കിയിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിന് കൂട്ടാൻ. അപ്പോൾ ഇത് ഓണമൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.